ഇനി വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തമിഴക വെട്ടുകഴകം നേതാവും സിനിമാ നടനുമായ വിജയ്ക്ക് CBI സമൻസ്. കരൂരിൽ പാർട്ടി പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട 41 പേർ മരിച്ച കേസിലാണ് സമൻസ്. ജനുവരി 12-ന് ഹാജരാകാനാണ് നിർദ്ദേശം. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഐസൺ ജോസ് ചെയ്യുന്നുണ്ട്. ഐസൺ, ഈ കരൂർ ദുരന്തത്തിന് ശേഷം അടുത്തിടെയാണ് വിജയ് ഒരു റീ എൻട്രി അത് തമിഴ്നാട്ടിൽ നടത്തിയത്. ഇപ്പോൾ അതിന് തൊട്ട് പിന്നാലെ CBIയുടെ സമൻസ് വന്നിരിക്കുന്നു. ഈ സമൻസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിജയ് എന്തൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നാകും ചോദ്യം ചെയ്യൽ? അശ്വതി, ജനുവരി 12-ന്, അതായത് ഈ മാസം 12-നാണ് ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ഹാജരാകണമെന്ന ഒരു സമൻസ് ഇപ്പോൾ വിജയ്ക്ക് നൽകിയിരിക്കുന്നത്. വിജയ് നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് പാർട്ടി പരിപാടിക്കിടെ കരൂരിൽ വെച്ച് തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിക്കുകയും അതുപോലെ തന്നെ 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേസ് CBI ഇപ്പോൾ സമൻസ് നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CBIയുടെ ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാകണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സെപ്റ്റംബർ 27-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നാട്ടിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. വിജയ് പരസ്യമായി മാപ്പ് പറയുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ മരിച്ച ആളുകളുടെ കുടുംബത്തെ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന വാഗ്ദാനമെല്ലാം നൽകുകയും ചെയ്തിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനുവരി 12-ന് ഹാജരാകണം ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സിൽ എന്നാണ് ഇപ്പോൾ തമിഴ് വെട്ടുകഴകം നേതാവ് കൂടിയായ വിജയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയും പോലീസിനെയോ ഫയർഫോഴ്സിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ തന്നെ വെറുതെ ജനക്കൂട്ടത്തിനിടയിലേക്ക് ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബസ്സിലെത്തി ഇത്തരത്തിലൊരു താൽക്കാലിക വേദി ഉണ്ടാക്കി വലിയ തോതിലുള്ള ഒരു വലിയ തോതിലുള്ള ഒരു പ്രചരണം സംഘടിപ്പിക്കുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ആളുകൾക്ക് എത്തുന്നതിന് വേണ്ടി 5-6 മണിക്കൂർ സ്വമേധയാ യാത്ര വൈകിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആളുകളെ കൂട്ടാനുള്ള നീക്കം നടത്തിയെന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്തു. അത്തരത്തിൽ നിരവധിയായ വീഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CBI അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഡൽഹിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജനുവരി 12 വ്യക്തമാണ്. തമിഴക വെട്ടുകഴകം നേതാവും സിനിമാ നടനുമായ വിജയ്ക്ക് CBI സമൻസ് അയച്ചിരിക്കുകയാണ്. കരൂരിൽ പാർട്ടി പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട 41 പേർ മരിച്ച കേസിലാണ് ജനുവരി 12-ന് ഹാജരാകാൻ CBI നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഐസറാണ് വിവരങ്ങൾ നൽകിയത്.